ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. കണ്ണന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു കുറവ് തന്നെയായിരുന്നു. എങ്കിലും അവനെ എതിർത്തിട്ടും നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ലേ മോളെ? അത് വലിയ കാര്യം തന്നെയാ. അങ്ങനെ ഒന്നിച്ചതേ മേഘേട്ടന്റെ മിടുക്കല്ല, എന്റെ മിടുക്ക. ഞാനേ ഒരേ നിൽപ്പ് നിന്നു, മേഘേട്ടനെ തന്നെ മതിയെന്നും പറഞ്ഞു. അതിന്റെ നന്ദി സ്നേഹവും എന്നും എനിക്ക് നിന്നോടുണ്ടാവും മോളെ. കുറച്ചു കഴിഞ്ഞ് കണ്ണൻ ജീവിച്ചിരിക്കുവാണെങ്കിൽ അവനെ സ്വാധീനിച്ചുള്ളതെല്ലാം കൊണ്ടുവന്നേ പറ്റൂ. അല്ലെങ്കിൽ നീ ഇതുവരെ ജീവിച്ചതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നിനക്ക് പറ്റില്ല. ഇന്നത്തെ ദിവസം മേഘേട്ടൻ പറഞ്ഞതുപോലെ അയാൾ പങ്കെടുക്കാതിരുന്നതിന്റെ ദേഷ്യം എനിക്ക് അയാളോടും അയാളുടെ ഭാര്യയോടും ഒക്കെ. അതിങ്ങനെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നത് കൊണ്ട് ഒരു സന്തോഷവും ഇല്ല. അതൊക്കെ കളമോളെ. എന്റെ മോള് എന്തിനാ അതൊക്കെ ഓർക്കുന്നത്? എടോ, ഇന്നലെ കല്യാണത്തിന് വന്നവരൊക്കെ ചോദ്യങ്ങളുമായിട്ട് ചുറ്റും കൂടിയപ്പോ എല്ലാത്തിനും താനും തന്റെ അമ്മയും സാക്ഷികളായിരുന്നല്ലോ. വന്നവരെല്ലാവരും ചോദിച്ചത് കണ്ണൻ എവിടെയെന്നാ. ഈ കല്യാണത്തിന് അവനായിരുന്നു മുന്നിൽ നിൽക്കേണ്ടിയിരുന്നത്. ലക്ഷ്മി എന്ന് പറയുന്ന ഒരുത്തി അവന്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ അവൻ മറ്റൊരാളായി. അതിന് തക്കതായ മറുപടി കൊടുക്കേണ്ട സമയമായി വാമേട്ടാ. എത്ര തവണ മറുപടി കൊടുക്കാൻ നോക്കിയിടൂ. തോമസ് വൈദ്യന്റെ വീട്ടിൽ കിടക്കുന്ന കണ്ണൻ തീർന്നു എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചതല്ലേ? അങ്ങനെ തീർന്നെങ്കിൽ ഇന്നലെ കല്യാണ സമയത്ത് ഒരാളും ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു. മരിച്ചവനെ കുറിച്ച് ആരെന്ത് ചോദിക്കാൻ? അവനും അവളും പങ്കെടുത്തില്ലെങ്കിലും അത്യാവശ്യം ആഭരണങ്ങളൊക്കെ ഏട്ടന്റെ മരുമകളുടെ ദേഹത്തുണ്ടായിരുന്നല്ലോ. അത് തന്റെ മോള് കനിഞ്ഞതുകൊണ്ട്. ഈ കല്യാണത്തിന് അവളുടെ ദേഹത്ത് 100-300 പവൻ കിടക്കേണ്ടതാ. ആ സ്ഥാനത്ത് 10-75 പവൻ ഒപ്പിച്ചു. അതുപോലെ തന്നെ ഇത് വലിയ ആഡംബര കല്യാണം ഒന്നും ആയിരുന്നില്ല. സദ്യ പോലും വിചാരിച്ച പോലൊന്നും മെച്ചപ്പെട്ടില്ല. കഴിഞ്ഞത് കഴിഞ്ഞു വാമേട്ടാ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് കൂടി ആലോചിക്കാം. കല്യാണത്തിന്റെ തിരക്കിലൊക്കെ കഴിഞ്ഞ് മേഘനൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് ഇനി ഒരു അസ്ത്രം തൊടുത്താൽ അത് പിഴയ്ക്കാൻ പാടില്ല വാമേട്ടാ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമല്ലേ പ്രധാനം. വാമേട്ടന്റെ വീട്ടിലുണ്ട് ഒരു മോള്. അവളെ നല്ല നിലയിൽ കെട്ടിച്ചുവിടണ്ടേ? അതിനൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും തടസ്സമാ. ആ തടസ്സം എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയേ പറ്റൂ.